ശ്രീ ടി.ഐ. മധുസൂദനൻ. സർ, പയ്യന്നൂർ മണ്ഡലത്തിലെ എരമം പുല്ലുപാറയിൽ IT പാർക്കിനായി ഏറ്റെടുത്ത ഭൂമി IT പാർക്ക് പദ്ധതി ഉപേക്ഷിച്ച സാഹചര്യത്തിൽ വ്യവസായ പാർക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ 2017 തുടങ്ങിയതാണ്. ഫയലുകൾ വ്യവസായ വകുപ്പിൽ നിന്ന് ഫിനാൻസിലേക്ക് IT-യിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 3 വർഷമായി ഇതിന് ഫലപ്രദമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിരന്തരമായി ഉന്നയിച്ചു വരുന്നൊരു കാര്യം. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ആളുകൾ സന്നദ്ധമായി മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എന്ന് കിൻഫ്ര റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ നടപടികൾ വ്യവസായ വകുപ്പ് നീക്കുകയും ചെയ്തതാണ്. വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ മുൻകൈയെടുത്തുകൊണ്ട് വിവിധ ഘട്ടങ്ങളിൽ ഇതിൻ്റെ ആലോചന യോഗങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായി വ്യവസായ പാർക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഉന്നയിച്ചു വന്നിട്ടുള്ള കാര്യം. അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഈ സബ്മിഷനിലൂടെ. ബഹുമാനപ്പെട്ട നിയമം വ്യവസായം മന്ത്രി അംഗം പല ഘട്ടങ്ങളിൽ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 7/10/2021 ഒരു യോഗം ചേർന്നിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കിൻഫ്രയോടൊരു ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ വ്യവസായ വകുപ്പ് തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ ഇത് സെസ് പദവിയിലായതുകൊണ്ട് അത് ഡീനോട്ടിഫൈ ചെയ്താൽ മാത്രമാണ് ചെറിയ വ്യവസായങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ IT വകുപ്പ് നടത്തേണ്ടതുണ്ട്. KSITL അതിന് മുൻകൈ എടുക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഡീനോട്ടിഫൈ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള നികുതിയുടെ ചില ഇളവുകൾ അത് തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. അതിന് 1,87,06,820 രൂപ കിൻഫ്ര നൽകുകയും ആ പണം അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡീനോട്ടിഫിക്കേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കണം. അത് IT വകുപ്പ് ഇപ്പോൾ അതിന് NOC നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർത്തീകരിച്ച് ഡീനോട്ടിഫൈ ചെയ്യുന്ന മുറയ്ക്ക് വ്യവസായ വകുപ്പ് വകുപ്പിന് കൈമാറി കിട്ടിയാൽ അടിയന്തരമായി തന്നെ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും.